ഒരു കുട്ടി ചോദിച്ചൊരു ഡൗട്ടാണ്. ഒരു ലാഡർ ഒരു മതിലിൽ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു. അപ്പോഴുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 45 ഡിഗ്രിയാണ്. ലാഡറിൻ്റെ ഫുട്ട് കുറച്ച് ബാക്കിലേക്ക് വലിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് താഴേക്ക് വരും. അപ്പോൾ ഈ ടോപ്പിൽ നിന്ന് ഇതിൻ്റെ ലാഡറിൻ്റെ ടോപ്പ് താഴേക്ക് ഇറങ്ങി ഇവിടെ വന്നു. ഇത് 30 ഡിഗ്രിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഫൈനൽ ഹൈറ്റ് ഓഫ് ദ ടോപ്പ് ഓഫ് ദ ലാഡർ ഫ്രം ദ ഗ്രൗണ്ട് ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ലാഡർ. അതായത് ഈ ഹൈറ്റ്, അതായത് ഇത് 3 മീറ്ററാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ ഈ ഡിസ്റ്റൻസ് 3 മീറ്ററാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോഴുള്ള ഹൈറ്റ് കണ്ടുപിടിക്കണം. പിന്നെ ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ലാഡറിൻ്റെ നീളവും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട നീളം നമുക്ക് ഇത് BC, അത് നമുക്ക് X എന്ന് കൊടുക്കാം. ലാഡറിൻ്റെ നീളം അതായത് BE ആണെങ്കിലും AD ആണെങ്കിലും അത് Y എന്ന് കൊടുക്കാം. ഇത്രയുമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കിവിടെ 2 റൈറ്റ് ട്രയാങ്കിൾ വരുന്നുണ്ട്. ACD എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളും BCE എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളും. രണ്ടിലും ഈ നീളം വരുന്നുണ്ട്, Y വരുന്നുണ്ട്. ഇത് 4 മീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ട്രയാങ്കിൾ ഉപയോഗിച്ച് Y കണ്ടുപിടിക്കാം. Yയും ഇതും വരുന്ന റേഷ്യോ, അതായത് sin 45 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടീനസ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തമാണ് 3 + x ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടീനസ് Y. ഇതിൽ നിന്ന് Y കണ്ടുപിടിക്കാൻ Y ഇങ്ങോട്ട്, √2 അങ്ങോട്ട്. Y ഇങ്ങോട്ട് വന്നു, 1 × Y, √2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും. 3 × √2, 3√2 പ്ലസ് √2 × x, √2x. ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ ഉപയോഗിച്ച് Y കണ്ടുപിടിക്കാം. നമ്മൾ എടുക്കാൻ പോകുന്നത് BCE എന്ന് പറയുന്ന ട്രയാങ്കിളാണ്. അതിലും ഈ ഏണിയുടെ നീളം Y തന്നെയാണ്, ഇത് X ആണ്. എന്നിട്ട് നമുക്ക് sin 30 എടുക്കാം. ട്രയാങ്കിൾ sin 30 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടീനസ് x/y. sin 30യുടെ വാല്യൂ 1/2 x/y. Y ഇങ്ങോട്ട്, X അങ്ങോട്ട്. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. Yയുടെ 2 ഇക്വേഷൻ കിട്ടി. Y ഈക്വൽ ടു 3√2 പ്ലസ് √2x. ഇത് നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് എടുക്കാം. ഇതും Yയുടെ ഇക്വേഷനാണ്. Y ഈക്വൽ ടു 2x. അതും Yയുടെ ഇക്വേഷൻ തന്നെയാണ് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്നും രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും ഈ പാർട്ടും Yയുടെ ഇക്വേഷനാണ്, ഈ പാർട്ടും Yയുടെ ഇക്വേഷനാണ്. 3√2 പ്ലസ് √2x ഈക്വൽ ടു 2x. ഇത് ഇങ്ങോട്ട് വരുന്നു. ഓക്കെ, ഇത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്നു. 3√2 പ്ലസ് √2x ഈക്വൽ ടു 2x. ഇതിവിടെ നിന്നിട്ട് ഇത് അങ്ങോട്ട് പോകുന്നു. 2x മൈനസ് √2x. നമുക്ക് അറിയാം ഇവിടെയും x ഉണ്ട്, ഇവിടെയും x ഉണ്ട്. x പുറത്തെടുത്തു. ബാക്കി നമുക്ക് 2 മൈനസ് √2. അപ്പോൾ ഇത് ഈക്വൽ ടു ഇത് എന്ന് കിട്ടി. ഒന്ന് ചെറുതാക്കാം. നോക്കുക, 3√2 ഈക്വൽ ടു x × 2 മൈനസ് √2. x കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ താഴേക്ക് പോകുന്നു. 3√2/2 മൈനസ് √2. ഇതിന് നമ്മൾ ഇതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 മൈനസ് √2 ആണ്. അപ്പോൾ 2 പ്ലസ് √2 കൊണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3√2 × 2 എന്ന് പറയുമ്പോൾ 3 2s are 6√2 പ്ലസ് 3√2 × √2. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വെറും 2 ആവും. 3 × 2. ഇത് a² മൈനസ് b². a² എന്ന് പറഞ്ഞാൽ 2² 4. √2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വെറും 2. ഓക്കെ, അപ്പോൾ 6√2 പ്ലസ് 6/2. 6 നമുക്ക് പുറത്തെടുക്കാം. 6 ഇവിടെയുണ്ട്, 6 പുറത്തെടുത്തു. അപ്പോൾ √2 പ്ലസ് 1/2. ഇത് കട്ട് ചെയ്ത് പോകുമ്പോൾ ഇത് 3 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ √2 പ്ലസ് 1 × 3. ഓക്കെ, ഇനി അതേപോലെ തന്നെ Y കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഫോർമുല 2 × x എന്നിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ 3 × √2 പ്ലസ് 1 ആണ്. അതിനോട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 3s are 6 × √2 പ്ലസ് 1. ഇവിടെയും √2ൻ്റെ വാല്യൂ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് x 7.23 എന്ന് കിട്ടും. Yയുടെ വാല്യൂ 14.46 എന്ന് കിട്ടും. ഇനി ഈ കണക്കിൽ ഒരു പ്രകടമായ തെറ്റുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചു വെക്കുമ്പോൾ 3 മീറ്റർ കുറയുമെങ്കിൽ ഇത് ഒരിക്കലും 4 മീറ്റർ കുറയില്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന വാല്യൂ തെറ്റാണ്. നമ്മൾ ഇത് ടാൻ വെച്ചാണ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേറൊരു ആൻസർ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ വരാൻ പാടില്ല.
അത് ഈ കണക്കിലെ ഒരു തെറ്റാണ്. ഒന്നെങ്കിൽ ഈ ആംഗിൾ തെറ്റാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മെഷർമെൻറ്റ് തെറ്റാണ്. അപ്പോൾ നമ്മൾ ഇത് സൈൻ വെച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബുദ്ധിപരമായ കാര്യം. രണ്ട് സ്ഥലത്തെയും കാര്യങ്ങൾ നോക്കിയാൽ ഇത് കറക്റ്റ് അല്ലാത്തത് കാരണം ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു അപര്യാപ്തത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടാൻ വെച്ച് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ വേറൊരു ആൻസർ ആയിരിക്കും കിട്ടുന്നത്.